ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ തലമുടി നരയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് കെമിക്കലൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ മുടിയെ വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് ഹെന്നയോ നീലമരിയോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കൈകളിലോ കാലുകളിലോ എവിടെയെങ്കിലും മുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കുത്തിക്കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ അതവിടെ ഇരുന്ന് മുറിയായി പഴുപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വേദന ഇല്ലാണ്ട് അതിനെ നമുക്ക് പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ എരിക്കിൻ്റെ ചെടി ഉണ്ടാവില്ലേ, എരിക്കിൻ്റെ ചെടിയാണിത്. അതുമ്പോൾ നമുക്ക് ഒരു ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിന് അത് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്നൊരു പാല് രൂപത്തിൽ അതിൽ നിന്നൊരു ദ്രാവകം വരും. ഈ ഒരു ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മുള്ളിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കുത്തിത്തറച്ച് നിൽക്കുന്ന ഈ മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതെങ്ങനെയെന്ന് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു വേദനയൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. മോൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് എന്തോ തറച്ചിട്ടുണ്ട്. അവന് നല്ല വേദനയാണ്. നമ്മൾ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടൊന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്ന സമയം നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എരിക്കിൻ്റെ ഇലയോ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടോ എന്തെങ്കിലും പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പാല് വരുമല്ലോ, ആ പാല് ആ ഒരു ഭാഗത്തേക്ക് ഒറ്റിച്ചു കൊടുക്കുക. തണ്ട് പൊട്ടിച്ച് ഞാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ ആ തണ്ടിൽ നിന്ന് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ദ്രാവകം പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മുള്ള് തറച്ചുള്ള ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അതുപോലെ വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയും ഇല്ലാതാക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ആ തറച്ച് നിന്നുള്ള അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റില്ല. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു ചെറിയതാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു. ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ തേങ്ങയും ചിരട്ടയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിരട്ട എന്തായാലും നമ്മൾ കത്തിച്ച് കളയുകയും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കും. അപ്പോൾ ഒരു ചിരട്ട നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഷുഗറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും മരുന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി 2-3 പൊട്ട് ചിരട്ടയുടെ പൊട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ 2-3 പീസാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിക്കാം. ഇത് നല്ലതുപോലെ തന്നെ തിളപ്പിക്കാം. ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ അത് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവും കേട്ടോ. എത്രത്തോളം നമ്മൾ തിളപ്പിക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇത് നമ്മൾ ഷുഗറുള്ള ആളുകൾ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു പോയി നമുക്ക് ഷുഗർ ഇല്ലാണ്ട് അത്ര ഒരു അവസ്ഥയല്ല വരിക. നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് സാധാരണ നോർമലായിട്ടുള്ള പച്ചവെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം കുടിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ മെഡിസിന് നിർത്താതെ തന്നെ ഇത് കുടിക്കാൻ, നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്നതും കൂടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ റിസൾട്ടുള്ള ഒന്നാണ്. മരുന്ന് കഴിച്ചിട്ട് മാറാത്തവർക്ക് പോലും ഇതൊന്നും നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ എരിക്കിൻ്റെ ചെടിയാണ്. എരിക്കിൻ്റെ ചെടീൻ്റെ ഇതിൽ ഞാൻ ഏകദേശം ഒരു പഴുത്തൊരു യെല്ലോ കളറായിട്ടുള്ള ഷെയ്ഡിലുള്ള ഇലയാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് നമ്മുടെ ജോയിൻറ്റിലൊക്കെ ഉണ്ടാകുന്ന വേദനകളെ നമുക്ക് സുഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും പച്ച ഇലേനെക്കാട്ടിലും പഴുത്ത് തുടങ്ങിയിട്ട് നല്ല മഞ്ഞ കളറായിട്ടുള്ള ഇല എടുക്കായിരിക്കും നല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന വേദനകൾ, നീർക്കെട്ട് ആയിട്ടുണ്ടാകുന്ന വേദനകളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് പച്ച ഇല എടുക്കാം, പക്ഷേ പഴുത്ത ഇല ഉണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറായിട്ടുള്ള ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. ഇതുപോലെ ഇല എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്തുനിന്നുള്ള പൊടിയൊക്കെ ഈ ഒരു ഇലയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഈ ഇലയ്ക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു വെള്ള കളർ പൊടി അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മുറിവെണ്ണ ഉണ്ടെങ്കിൽ മുറിവെണ്ണ എടുക്കുക. എൻ്റെ കയ്യിൽ മുറിവെണ്ണ ഇല്ല, കടുകെണ്ണയാണുള്ളത്. അപ്പോൾ മുറിവെണ്ണ ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രം നമ്മൾ കടുകെണ്ണ എടുക്കുക കേട്ടോ. എന്നിട്ട് കടുകെണ്ണ ഇതുപോലെ ആ ഒരു ഇലയുടെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഞരമ്പ് പോലെ പൊന്തി നിൽക്കില്ലേ, ആ ഭാഗത്ത് ഇതുപോലെ ആ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കനലുള്ള അടുപ്പുണ്ടെങ്കിൽ കനലിലിട്ടിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരും. അങ്ങനെ വാടി വന്നു കഴിഞ്ഞാൽ ചെറു ചൂടോടുകൂടി, ഒരുപാട് ചൂടോടുകൂടി വെക്കരുത്, ചെറു ചൂടോടുകൂടി നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
നിങ്ങൾ ദിവസവും 2 നേരം രാവിലെയും വൈകുന്നേരം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന വേദന കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. ഈ ജോയിൻറ്റ് പെയിനിലുണ്ടാവുന്ന വേദനയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം അളവിൽ ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരളവാണ്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി വേണ്ടത് നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഉലുവയാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കാം. അപ്പോൾ ഫ്ലാക്സ് സീഡ്, ഉലുവ ഇതും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം മതിയാവും കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുകി വരണം. വെള്ളം അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഒരേ അളവിലാവുന്ന വരെ നമ്മൾ നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നന്നായിട്ട് തിക്കായി വന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിതൊന്നും തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായി വരും കേട്ടോ, കട്ടിയായി വരും. അപ്പോൾ ഞാനത് പെട്ടെന്നൊന്ന് തണുപ്പാവാൻ, അതായത് ചൂട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ പ്രധാനമായിട്ട് ചേർത്തേണ്ട ഒന്നാണ് ചോറ്. നമ്മൾ ചോറ് ഏകദേശം ഒരു കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ചേർത്താണ്ട്, ഞാൻ ചോറ് ആദ്യം തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തില്ല, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ക്രീം രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലൊരല്പം എണ്ണ തടവി കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ആ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒരു രാത്രി മുഴുവൻ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതൊരു കട്ടി രൂപത്തിലായിട്ട് കിട്ടും കേട്ടോ. ഒരു രാത്രി മുഴുവൻ ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് തിക്കായി കട്ടിയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നല്ല തിക്കായിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ ഹെയറിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത്, ഒരു സോപ്പ് നമ്മളെങ്ങനെയാണോ തലയിൽ തേക്കാറുള്ളത് ആ രീതിയിൽ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ബാർ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറുന്നതാണ്, മുടി സ്പ്ലിറ്റ് ആവുന്നത് മാറുന്നതാണ്, മുടി സ്മൂത്ത് ആവും, പിന്നെ അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് വളരും, മുടി നല്ല സ്ട്രോങ് ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കുളിച്ചാൽ മാത്രം മതി. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പണി കിട്ടിയവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇരുമ്പിൻ്റെ ഒരു കടായി എടുക്കാം. എണ്ണമയം ഒട്ടും തന്നെ ഉണ്ടാവരുത് കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നരച്ച മുടിയൊക്കെ ആദ്യം തന്നെ ഒരു ഓറഞ്ച് കളറിലേക്ക് കളർ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ചായപ്പൊടിക്ക് അത്രയും ഗുണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. കോഫി പൗഡറും ചായയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ട് വരുന്ന സമയത്ത് മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളർ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ചേർത്തുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. ഒരു 4-5 ചെമ്പരത്തിയിലേൻ്റെ ഇല കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് എത്ര ഒഴിച്ചോ അതിൻ്റെ പകുതി ആവുന്നവരെ അത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് അളവിലാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മതിയാവും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളെ തലമുടിയിൽ ഗ്രേ കളർ വരാൻ കാരണം അയണിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അയണിൻ്റെ കുറവിനെ നമുക്ക് നികത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഇത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. എന്നിട്ട് അങ്ങനെ ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പച്ച ഇലയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി മാറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ലൊരു തിക്കായിട്ടുള്ളൊരു ടിക്കേഷനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കോഫി ഉണ്ട്, അതേപോലെ തന്നെ ചായപ്പൊടി ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്. ഈ ഒരു 3 ഇതും കൂടി മിക്സ് ചെയ്ത് വന്നാൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ചാലൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങളൊരു 4-5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്തിന് മുടിയിൽ ആദ്യം ഒരു ഗ്രേ കളർ മാറിയിട്ട് നിങ്ങൾക്ക് കളർ ചേഞ്ച് ആവാൻ തുടങ്ങും. ലൈറ്റായിട്ട് അത് കളർ ചേഞ്ചായി അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കറുപ്പ് കളറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ദിവസവും ഉപയോഗിക്കണം. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ 2-3 ആഴ്ച തുടർച്ചയായിട്ടൊന്ന് ചെയ്താൽ മതി. കുളിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ മുടിയും വളരും, അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലുണ്ടാവില്ല, പുതിയ മുടി വളർന്നു വരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നരച്ച മുടി നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.